Hi guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വാച്ചിന്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ്. വേറെ ഒരു വാച്ചിന്റെ അല്ല, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട കൂട്ട് തന്നെ Noisefit Crew എന്ന് പറഞ്ഞ വാച്ചിന്റെ അൺബോക്സിങ്ങും റിവ്യൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു സ്മാർട്ട് വാച്ച് വേണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വാച്ചിനൊക്കെ ഇത്ര % ഓഫ് ഉണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു ബെസ്റ്റ് സെല്ലറായിട്ടൊരു വാച്ചൊക്കെ കണ്ടു. നോക്കിയപ്പോൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, അതുകൊണ്ട് അത് ഞാനിങ്ങനെ മേടിച്ചു. വാച്ചിൻ്റെ ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്തേക്കുന്ന 2 ദിവസമായിരുന്നു. കൃത്യം 2ാമത്തെ ദിവസം തന്നെ ഡെലിവറി ചേട്ടൻ വീട്ടിൽ സാധനം കൊണ്ടുവന്നു. ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് OTP എല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മുടെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത്, പുള്ളി തന്നെയാണ് ആദ്യം അൺബോക്സ് ചെയ്ത് നമുക്കെല്ലാം കാണിച്ചൊക്കെ തന്നു, അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. നമ്മുടെ പ്രൊഡക്റ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തു. ഗൈസ്, ആക്ച്വലി ഈ പ്രൊഡക്റ്റ് ആ ഡെലിവറി ചേട്ടൻ തന്നെ അൺബോക്സ് ചെയ്തതാണ്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് പാക്ക് ചെയ്ത് അൺബോക്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഈ പ്രൊഡക്റ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാക്ക് കാണുന്നുണ്ട്. Noisefit Crew ഡിസൈൻഡ് ഇൻ ഇന്ത്യ. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സൈഡിൽ പറയുന്നുണ്ട്. നമ്മുടെ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോക്സിലെ ചാർജിങ് കേബിള്, പിന്നെ നോയ്സിൻ്റെ ഒരു സ്റ്റിക്കറ്, പിന്നെ വാറണ്ടി കാർഡ്, പിന്നെ ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് കൂടെ കിട്ടുന്നുണ്ട്. ഈ വാച്ച് കാണാൻ അത്യാവശ്യം സ്റ്റൈലിഷും പ്രീമിയം ലുക്കും ഒക്കെയാണ്. ഇത് പവർ ഓൺ ചെയ്യാൻ വേണ്ടി സൈഡിലത്തെ ബട്ടണിൽ ഒരു 3 സെക്കൻഡ്സ് ടാപ്പ് ചെയ്ത് പിടിക്കുക. നമ്മുടെ വാച്ച് ഓണായി വരുമ്പോൾ തന്നെ നോയ്സ് എന്ന് എഴുതി വരും. പിന്നെ ഒരു വാച്ച് ഫേസ് കാണാം. പിന്നെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജന്, സ്ട്രെസ്സ്, സ്ലീപ്പ്, പിന്നെ വിഡ്ജറ്റ്സിനകത്ത് തന്നെ ആക്ടിവിറ്റി, അലാറം, ഹാർട്ട് റേറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ബ്ലഡ് ഓക്സിജന്, സ്ട്രെസ്സ്, സ്ലീപ്പ്, ബ്രീത്ത്, വെതർ എല്ലാം കാണാൻ പറ്റും. ഡിഫോൾട്ടായിട്ടുള്ള വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ ഒരു സെക്കൻഡ് ടാപ്പ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ 3 ഡിഫോൾട്ടായിട്ടുള്ള വാച്ച് ഫേസ് സെറ്റ് ചെയ്തേക്കുന്ന കാണാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ Noisefit ആപ്പിൽ എന്നിട്ട് നമുക്ക് കസ്റ്റമായിട്ടോ അല്ലാതെയോ വാച്ച് ഫേസ് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വാച്ചിൻ്റെ സൈഡിൽ 2 ബട്ടൺസ് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഹോമിലേക്ക് പോകാനുള്ള ബട്ടണും ഒന്ന് ഡയറക്റ്റ് വർക്കൗട്ട്സ് ചെയ്യാനുള്ള ബട്ടണും. ഹോമിലേക്ക് പോകണമെങ്കിൽ അതിനകത്ത് നോയ്സ് ഹെൽത്ത്, നോയ്സ് ബസ്, ക്ലോക്ക്, വർക്കൗട്ട്, സ്പോർട്സ് റെക്കോർഡ്, റിമൈൻഡേഴ്സ്, മ്യൂസിക്, വെതർ, കാൽക്കുലേറ്റർ, വാച്ച് ഫേസ്, ഫ്ലാഷ് ലൈറ്റ്, സ്റ്റോക്സ്, സെറ്റിങ്സ്, ഈ ഓപ്ഷനൊക്കെ ഇതിൽ കാണാം. പിന്നെ കോളിംഗ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോളിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഡിയോ ഒക്കെ നല്ല പക്ക ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാം. ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ സ്പോർട്സ് മോഡ് പറയുവാണെങ്കിൽ ഡിഫോൾട്ടായിട്ട് അതിനകത്ത് 10 സ്പോർട്സ് മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് Noisefit ആപ്പിലൂടെ എടുക്കാവുന്നതാണ്. അറൗണ്ട് 100 സ്പോർട്സ് മോഡ്സ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഈ വാച്ചിൻ്റെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 1.38 ഇഞ്ചസിൻ്റെ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ വാച്ചിനെ പറ്റി പറയുമ്പം എൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് വെർഷൻ 5.3യും സിംഗിൾ ചിപ്പ് കോളിങ്ങുമാണ്. കോൾ ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റേബിൾ കോൾസും ലോങ്ങർ റേഞ്ചും കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Noisefit ആപ്പ് കയറ്റുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം കംപ്ലീറ്റ് അപ്ഡേറ്റ്സ്, അതായത് ബ്ലഡ് ഓക്സിജന്, മോണിറ്റർ, സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, ബ്രീത്ത് പ്രാക്ടീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയും പിന്നെ സ്പോർട്സ് റെക്കോർഡിൻ്റെയും കാര്യങ്ങളെല്ലാം നെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ആപ്പിലൂടെ ലഭ്യമാണ്. എനിക്ക് ഈ ഒരു വാച്ചിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ TFT ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കൊള്ളാമായിരുന്നു. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് വാച്ച് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് Noisefit Crewവും റൈറ്റ് സൈഡിൽ കാണുന്നത് Noisefit Evolve 3യും ആണ്. അപ്പോൾ Noisefit Crewവിൽ വരുന്നത് TFT ഡിസ്പ്ലേ. അതിൻ്റെ നിങ്ങൾക്ക് വീഡിയോനകത്ത് അത്ര ഡിഫറൻസ് തിരിച്ചറിയത്തില്ല, ബട്ട് നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിൽ ഡിഫറൻസ് തിരിച്ചറിയാം. Noisefit Evolve 3 സ്മാർട്ട് വാച്ചും ഒരു പ്രീമിയം വാച്ച് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരത്തെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അതുപോലെ തന്നെ വാച്ചിൻ്റെ മറ്റൊരു ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ ട്രൂ സിങ്ക് ആണ്. ഇത് 1.8x ഫാസ്റ്റർ ബ്ലൂടൂത്ത് പെയറിങ് കാരണം നമ്മുടെ ഫോൺ പെട്ടെന്ന് വാച്ചിലേക്ക് കണക്റ്റ് ആവുകയും നമുക്കൊരു സ്റ്റേബിൾ കണക്ഷനും കോൾ ചെയ്യുന്ന സമയത്താണ് ഒരു സ്റ്റേബിൾ റേഞ്ചും നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. ഈ വാച്ചിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നോയ്സെറ്റ് സ്യൂട്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജന്, ഫീമെയിൽ സൈക്കിൾ ട്രാക്കർ, ബ്രീത്തിങ് എക്സസൈസ്, സ്ലീപ്പ് ട്രാക്കർ, സ്ട്രെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോയ്സ്ഫിറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ അതിൽ കാണുകയും പിന്നെ നമ്മുടെ വാച്ച് ഫേസ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ നോയ്സ്ഫിറ്റ് ആപ്പിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കസ്റ്റമായിട്ട് തന്നെ വാച്ച് ഫേസ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പോർട്സ് മോഡ് പറയുവാണെങ്കിൽ 100 സ്പോർട്സ് മോഡ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പ്രൊഡക്ടിവിറ്റി സ്യൂട്ട് നോക്കുവാണെങ്കിൽ റിമൈൻഡർ, സ്റ്റോക്ക്, കാൽക്കുലേറ്റർ, വെതർ നോട്ടിഫിക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മളൊരു വാച്ച് ആദ്യം തന്നെ മേടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി ലൈഫ് ആയിരിക്കും. അപ്പം ഈ വാച്ചിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുമ്പോൾ 7 ഡേയ്സ് വരുന്നുണ്ട്. പിന്നെ ഹെവി കോളിങ്ങും ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അങ്ങനെ ഇടുവാണെങ്കിൽ 2 ഡേയ്സ് പറയുന്നുണ്ട് വരെ. ബട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് അറൗണ്ട് എനിക്കൊരു 5 ഡേയ്സ് മണ്ടയ്ക്ക് തന്നെ വാച്ചിൻ്റെ ചാർജ് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ വാച്ചിൻ്റെ മിനിമം റിസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 17.6 mm മാക്സിമം 26.4 mm ആണ്. പിന്നെ ഈ സ്മാർട്ട് വാച്ചിന് 5 കളർ വേരിയൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫോറസ്റ്റ് ഗ്രീന്, റോസ് പിങ്ക്, ജെറ്റ് ബ്ലാക്ക്, സിൽവർ ഗ്രേ, മിഡ് നൈറ്റ് ബ്ലൂ. ഇതിൽ ഞാൻ ചൂസ് ചെയ്തത് ജെറ്റ് ബ്ലാക്ക് ആണ്. എനിക്ക് ഇച്ചിരൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ബ്ലാക്ക് ആണ്. പിന്നെ അതിൻ്റെ ഗ്രീനും റോസ് പിങ്കും ഒക്കെ ആണെങ്കിൽ, ബാക്കിയുള്ള കളേഴ്സ് ആണെങ്കിൽ മെറ്റാലിക് ഫ്രെയിം ഇച്ചിരൂടെ അട്രാക്റ്റീവായിട്ട് നിൽക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല സ്റ്റൈലിഷും ഒരു പ്രീമിയം ലുക്കും തരുന്ന സ്മാർട്ട് വാച്ചാണ് നോയ്സ്ഫിറ്റ് ക്രൂ സ്മാർട്ട് വാച്ച്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്, അതായത് 2000 റുപ്പീസിന് താഴെ നോക്കി ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് വാച്ച് തന്നെയാണ് നോയ്സ്ഫിറ്റ് ക്രൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.